അതെ. നിൽക്കക്കള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യ അലയൻസ്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പഠിച്ച പണി 18 ശ്രമിക്കുകയാണ് അവര്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയണെന്ന് വെച്ചാൽ, ബീഹാറില് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഒരു പരിപാടിയുണ്ട്, ക്ലിയറൻസ് എന്നുള്ള സംഭവമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക ഫുൾ ഒന്ന് അതിനെ റിവൈസ് ചെയ്യാന്നുള്ളത്. ഇപ്പം കുറെ പേര് ഉണ്ടാവില്ല, മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പട്ടികയിൽ ചേർക്കാത്തവരുണ്ടാവാം, പുതിയതായിട്ട് ചേരേണ്ടവരുണ്ടാവാം. അതൊക്കെ അപ്ഡേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഒരു രേഖ എല്ലാം ഉണ്ടാക്കണം. അത് നല്ലൊരു പക്കയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ കണ്ടുപിടിച്ച സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ തട്ടിപ്പ് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഉള്ളവർക്ക് രണ്ടാമത്തെ കാർഡ്, ചിലപ്പോ 2 നമ്പറിലൊക്കെ വെച്ചിട്ട് അങ്ങനെ, ചിലർക്ക് ഇല്ല, വ്യാജ കാർഡ്. ചിലരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഒരാൾക്ക് പകരം വേറെ 2 പേരെ വോട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചേല്. അപ്പൊ ഇവരുടെ ഇന്ത്യ സഖ്യത്തിന്റെ സംഭവം അവർക്ക് എന്തിന്റെ കേടാണ്? അവർ ജയിക്കില്ല എന്ന് ഉറപ്പ് ഇപ്പോഴേ വരുത്തി കഴിഞ്ഞു. അവർ ജയിക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തോടെയാണ് അവർ മുമ്പോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. ഇതിപ്പോ ഒന്ന് തേജസ്വി യാദവിനെ വരയ്ക്കും പിടിച്ചിരിക്കുകയാണ് അവിടുത്തെ, മനസ്സിലായില്ലേ? കള്ളവോട്ടും കള്ള കാർഡും. അതെ. അപ്പൊ എന്താണ് അവരുടെ പുറപ്പാട് സർ? ഇതിപ്പോ ഇന്നലെ ഉണ്ടായ സംഭവമല്ലല്ലോ. ബീഹാർ എന്ന് പറയുന്നത് ഗുണ്ടാരാജിന്റെയും അതുപോലെ തന്നെ വ്യാജ ഭരണത്തിന്റെയും സ്ഥലമായിരുന്നു. കള്ളങ്ങൾ ഓരോന്നായിട്ട് പറയാനുള്ള സമയങ്ങൾ നമുക്കില്ല, എങ്കിലും ചിലത് ചുരുക്കി പറയാം. കാലിത്തീറ്റയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് പോലും വെട്ടിച്ചെടുത്ത് കുടുംബത്തിന് കൊടുത്ത ഒരാളാണ് ലാലു പ്രസാദ് യാദവ്. നമുക്കറിയാം ട്രാക്ക് റെക്കോർഡ്. ഇതിന് ബാഹ്യമായിട്ടുള്ളത് പറയാം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ 2 ക്ലാസ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്. അതിനു മുമ്പ് ഒരു 3rd ക്ലാസ് ഉണ്ടായിരുന്നു. അങ്ങനെ തീരെ മോശമാക്കരുത്, ഒരു കാറ്റൽ ക്ലാസ് ആക്കി അതിനെ മാറ്റരുതെന്നുള്ള ഒരു ബോധ്യം കൊണ്ടും ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്നുള്ള ഭരണഘടനയിലെ സങ്കല്പത്തിൻ്റെയും ഫലമായിട്ടാണ് അത് മാറ്റിക്കൊണ്ട് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും. ഇതിപ്പോൾ ഫലത്തിലൊരു 3rd ക്ലാസ് ഉണ്ടാക്കി വെച്ച മഹാനാണ് ലാലു പ്രസാദ് യാദവ്. റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ സ്ലീപ്പർ ക്ലാസ് എന്നും പറഞ്ഞ് ഇടയ്ക്കൂടെ ഒരു ക്ലാസ് തിരികെ കയറ്റി മര്യാദയ്ക്ക് നമ്മൾ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റിൽ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നമ്മൾ അധിക പൈസ കൊടുത്ത് ഇന്ത്യയിലെ യാത്രക്കാരെ മുഴുവൻ ചൂഷണം ചെയ്ത, പാവങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത ആളാണ് പാവങ്ങളുടെ മുഖ്യമന്ത്രി എന്നും പറഞ്ഞ് അവിടെ ഭരിച്ചത്. അന്ന് കാണിച്ചു കൂട്ടിയ കള്ളത്തരങ്ങൾക്കാണ് തിഹാർ ജയിലിൽ അദ്ദേഹം പോയി കിടക്കേണ്ടി വന്നത്. ആ സമയത്ത് സ്വന്തം ഭാര്യയായിട്ടുള്ള റാബ്രി ദേവിയെ ഈ അഴിമതിക്ക് വേണ്ടിയുള്ള റബ്ബർ സ്റ്റാമ്പായിട്ട് അവിടെ നിയോഗിച്ച കള്ളനാണ് സോഷ്യലിസ്റ്റ് പറഞ്ഞു നടക്കുന്ന ലാലു പ്രസാദ് യാദവ്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഗുണ്ടകളുടെ സഹായത്തോടു കൂടി ഇല്ലാത്ത തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കിക്കൊണ്ട് ധാരാളമായിട്ട് വോട്ടർമാരെ സൃഷ്ടിച്ച് അവരുടെ വോട്ട് താങ്കളുടെ RJDക്കാണെന്ന് ഉറപ്പുവരുത്തി അവിടെ മാഫിയ രാജ് നടത്തിയ മഹാനാണ് ഇന്നിപ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടി നിലവിളിക്കുന്നത്. ഭരണഘടനയുടെ അടിസ്ഥാന തത്വമായ ജനാധിപത്യത്തെ ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്ത് സ്തംഭിപ്പിച്ച് സ്വന്തം മക്കളെ, കുടുംബത്തിലെ അംഗങ്ങളെ അധികാരത്തിലേറ്റാൻ വേണ്ടി വ്യാജമായ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച്, വ്യാജ വോട്ടർ ID നിർമ്മിച്ച് കള്ള വോട്ടർമാർ, മരിച്ചു പോയവരെ ഒരു വോട്ട് ബാങ്ക് ആക്കിക്കൊണ്ട് നടത്തുന്ന ക്രൂരകൃത്യം നോക്കൂ. ഇതിൻ്റെ കണക്ക് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ബീഹാറിലെ മൊത്തം ജനസംഖ്യ എന്ന് പറയുന്നത് 7 കോടിയാണ്, കേരളത്തിൻ്റെ ഇരട്ടിയിലധികം. അതിൽ 52 ലക്ഷം പേര് വ്യാജ വോട്ടർമാരാണ്. എന്ന് പറഞ്ഞാൽ ഈ 52 ലക്ഷം പേര് വോട്ട് ചെയ്യുന്നത് ഇല്ലാത്ത ആൾക്കാരാണ്. ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് അവിടെ നടത്തിയത്. ഭരണഘടനയുടെ ക്യാപിറ്റൽ പണിഷ്മെൻ്റാണ് ബീഹാറിൽ ലാലു പ്രസാദും കുടുംബവും അവർക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസും കൂടി ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർ വിജയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാലു പ്രസാദ് യാദവിൻ്റെ ഗവൺമെൻറ് പോലും ഒരു ലെജിറ്റിമേറ്റ് ഗവൺമെൻറ് അല്ലായിരുന്നു. ഇതാണ് എൻ്റെ പരമമായ സത്യം. ലെജിറ്റിമേറ്റ് അല്ലാത്ത ഭൂരിപക്ഷം കൈവരിച്ചാണ് അദ്ദേഹം വിജയത്തിലേറിയത്. അതാണ്. എന്നിട്ട് കള്ളത്തരങ്ങൾ കാണിച്ചു കുടുംബത്തിന്റെ വരുമാനം കൂട്ടി. രാഹുൽ ഡോക്ടേഴ്സും വലിയ വലിയ ആൾക്കാരാണ് അവരുടെ ഭൂരിപക്ഷം അവരുടെ കുടുംബക്കാരും പൊളിറ്റിക്സിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ കുടുംബമാണ് നെഹ്റു കുടുംബവും അതുപോലെ തന്നെ ലാലുവിന്റെ കുടുംബവും. അങ്ങനെയാണ് വളർന്ന് കുടുംബത്തിന്റെ ആധിപത്യമാണ് രണ്ടിടത്തും നടത്തുന്നത്. ഡൈനാസ്റ്റിക് പവർ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ആളുടെ ചെയ്തികളുടെ നഗ്ന ചിത്രങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിഫോം എന്നുള്ള നടപടി വരെ SIR പ്രകാരം മോദി ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു.
കണ്ടുകൊണ്ടിരുന്ന ഇച്ഛാശക്തിയോടുകൂടി ഈ കള്ളന്മാരെ എല്ലാം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ വേണ്ട സമീപനം ഗവൺമെൻറ് കണ്ടുപിടിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരമാണ്. അതിന് നമ്മുടെ രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത്? എൻ്റെ കയ്യിൽ ആറ്റം ബോംബുണ്ടെന്നും പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഭീഷണിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരം രാഹുൽ ഗാന്ധിയെപ്പോലെ നിലവാരമില്ലാത്ത ആളല്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനിത് ഇഗ്നോർ ചെയ്യുകയാണെന്ന്. ഒരു ഗാന്ധി കുടുംബത്തിലെ, നെഹ്റു കുടുംബത്തിലെ ഈ കടിഞ്ഞൂൽ പൊട്ടൻ ഇന്ത്യക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നാശങ്ങൾ, ഇന്ത്യയെ ബാധിച്ച കുഷ്ഠവും എയ്ഡ്സും കൊറോണയും എല്ലാം ചേർന്നതാണ് രാഹുൽ ഗാന്ധി. ഭരണഘടന പൊക്കിപ്പിടിക്കുക, എന്നിട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ അപമാനിക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെയാണ് നന്ദേദ്. മഹാരാഷ്ട്രയിൽ നന്ദേദ് തെരഞ്ഞെടുപ്പിൽ ഇത്രയും പേര് വോട്ട് ചെയ്തു, അതിൽ തോറ്റുപോയി. മഹാരാഷ്ട്രയിൽ തോറ്റു എന്നുള്ള ആ റിയാലിറ്റി അംഗീകരിക്കാൻ ഈ മനുഷ്യന് കഴിയുന്നില്ല. മാനസിക നില തെറ്റിയിരിക്കുവാണെന്ന് തോന്നുന്ന വിധത്തിലുള്ള ജൽപ്പനങ്ങളാണ് ട്രംപിനെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള, ട്രംപിനെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിസ്ഥിരത, മനസ്സിൻ്റെ അവസ്ഥ, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് രാഹുൽ ഗാന്ധി എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇലക്ഷന്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അവിടെ ഈ SC/ST ഒന്ന് മാറ്റുന്നത്. അവിടെ ഒരുപാട് അങ്ങനത്തെ മറ്റേ മതം അല്ലെങ്കിൽ മറ്റേ കാസ്റ്റ് ഒക്കെ ഭയങ്കര സംഭവമാണ് കേട്ടോ. അവർ അതിനൊക്കെ വലിയ ജാതി രാഷ്ട്രീയമാണ് അവർ കളിച്ചത്. യാദവ കാർഡ്, അതെ, പിന്നാക്കാരുടെ കാർഡ്, ജാതി സെൻസസ് വേണമെന്ന് പറഞ്ഞത് എന്തിനാ? ആരായി പറഞ്ഞത്? ജാതിക്കാരെ കൂട്ടുപിടിച്ചുകൊണ്ട് പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്നവരെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ കള്ളത്തരങ്ങൾ നടത്തുകയായിരുന്നു അവര്. അവരുടെ ബലം ഉപയോഗിച്ചുകൊണ്ട് അവർ തങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഇനി നോക്കിക്കോളൂ. ഇപ്പൊ ഈ വെപ്രാളം പാർലമെന്റ് കഴിഞ്ഞ ഒരു മാസമായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഏതു നിമിഷവും വിജ്ഞാപനം ഉണ്ടാകാം. അവിടെ തൂത്തുവാരും BJP NDA സഖ്യം എന്നുള്ളത് വ്യക്തമായി. ഇവർ തോറ്റു തുന്നം പാടുമെന്ന് വ്യക്തമായപ്പോഴാണ് പാർലമെന്ററി ജനാധിപത്യത്തിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും കമ്പനിയും. ഇന്ത്യയോട് ഇവർ ചെയ്യുന്ന ദ്രോഹങ്ങൾ, പട്ടാളത്തിനെ മനോവീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവന, പോലീസിന്റെ, ഛത്തീസ്ഗഡിലെ പോലീസിന്റെ വീര്യം കെടുത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇന്ത്യക്കാരുടെ മൊത്തം അവരുടേതായിട്ടുള്ളൊരു പ്രചോദനവും അവരുടേതായിട്ടുള്ള ഒരു വീര്യവും കെടുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഈസ് എ ഡെഡ് എക്കോണമി എന്ന് പറയാൻ നാണമുണ്ടോ? നാണമുണ്ടോ? നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഗാന്ധി കുടുംബത്തിന്റെ എക്കോണമി ഡെഡ് അല്ല, അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ അഴിമതിയിൽ കൂടി റിയൽ എസ്റ്റേറ്റ് അഴിമതിയിൽ കൂടിയും വളർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ എപ്പോഴാണ് തിഹാർ ജയിലിലോട്ട് അത് വളർന്നു വന്നിരിക്കുന്നത് എന്നുള്ളത് മാത്രമേ നമുക്കിനി കാണാനുള്ളൂ. അപ്പോൾ ആ തരത്തിൽ കള്ളന്മാരുടെ, വ്യാജന്മാരുടെ, ഫ്രോഡ്സ്റ്റേഴ്സിന്റെ ഭരണമാണ് ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്ന. ഇന്ത്യയിൽ ഭരണഘടനയല്ല, ഭരണഘടന എന്നൊരു വ്യാജ കാർഡായിട്ട് നോക്കിക്കോളൂ. തേജസ്വി യാദവിൻ്റെത് പോലും ഐഡന്റിറ്റി കാർഡ് തെറ്റാണ്. അദ്ദേഹം പരസ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ചത് RIB 29/16/120 എന്നൊരു കാർഡ് എനിക്കുണ്ട്, പക്ഷെ അതിന്റെ പേരിൽ വോട്ടില്ല. അപ്പൊ വ്യാജ കാർഡും വെച്ചുകൊണ്ട് ഈ വോട്ടിന് അവകാശം അങ്ങ് വാദിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിച്ചു, ആ നമ്പറിൽ ഒരു ID കാർഡ് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഇഷ്യൂ ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം എന്താണിത്? വ്യാജ കാർഡും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മുഴുവൻ വ്യാജന്മാരാണ്. തേജസ്വി യാദവ് അല്ല, വ്യാജസ്വി യാദവാണ് അദ്ദേഹം എന്ന് പറയേണ്ടി വരും. ഇതിന്റെ എല്ലാം അതെ റിയലായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയല്ലേ ഔദ്യോഗികമായിട്ട്. രാഷ്ട്രീയത്തിൽ നിന്ന് വനവാസം സ്വയം ചെയ്യണവരെ, രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങേണ്ടവരാണ് ഇവരെ. വാസ്തവത്തിൽ ഈ കള്ളം കൊണ്ട് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കി കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് നറേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യ അലയൻസ് നമ്മൾ നോക്കിയാൽ തന്നെ എല്ലാ കുടുംബങ്ങളുടെ കളികളാണ്. ഡൈനാസ്റ്റി അതുപോലെ തന്നെ ഫ്രോഡ്സ്റ്റേഴ്സ് ഇതെല്ലാം ചേർന്ന ഒരു കൂട്ടുമുന്നണിയാണ്. അതിനുള്ള വിലാസമാണ്, മേൽവിലാസമാണ് ഇന്ത്യ മുന്നണി. അത് തന്നെയാണ് വാസ്തവം. അതെ, ബീഹാറിൽ അവർ തോക്കുന്ന ഉറപ്പായോണ്ട് അവർ ബാക്കി സൈഡിൽ കളിക്കാൻ. അതെ, ഈ വ്യാജന്മാരോടൊപ്പം ജനങ്ങൾ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ ഒരിക്കലും പറ്റുകയില്ല.